അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് ഐ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മീനിങ്. പിന്നെ നമ്മൾ എന്തെയാണ് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ഫ്ലോട്ട് സ്റ്റാർ പാസ് അല്ലേ, പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റിൽ ഐയും എന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്തിട്ടുള്ളത്, സി ഔട്ടിൽ എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ് എന്ന് പറയാം. അതായത് എത്ര സ്കൂളുകളുടെ പെർസെൻറ്റേജ് എൻ്റർ ചെയ്യാനുണ്ട്, അപ്പോൾ എത്ര സ്കൂളുകൾ ഉണ്ടെന്നുള്ളത് ഒരു ഇതായിട്ട് കൊടുത്തു. നമ്മൾ സീൻ വഴി എന്നിലേക്കാണ് ആ നമ്പർ ഓഫ് സ്കൂളിൻ്റെ എണ്ണം നമ്മൾ കൊടുക്കണേ. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്, പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യാണ് n എലമെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ പാസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് ഓഫ് n. ആ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത വാരിയബിൾ ആയിട്ടുള്ള n എന്ന് പറയുന്ന സൈസോട് കൂടിയിട്ട് പാസ് എന്ന് പറഞ്ഞിട്ടൊരു ഡൈനാമിക് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു ഫോർ ലൂപ്പ് ഇട്ടിരിക്കുകയാണ്, ഓരോ സ്കൂളും എടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ സ്കൂളിൻ്റെയും പെർസെൻറ്റേജ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വെച്ചു. അത് സീൻ വഴി നമ്മൾ പാസ് ഓഫ് ഐ എന്ന് പറയുന്ന ഡൈനാമിക് അറേയിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര സ്കൂളുകളുണ്ടോ അത്രയും നേരം ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ സ്കൂളിൻ്റെയും പെർസെൻറ്റേജ് ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അത് പാസ് എന്ന് പറയുന്ന ഡൈനാമിക് അറേയിൽ സ്റ്റോർ ആവും. അതിന് ലൂപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാക്സ് എന്ന് പറയുന്ന വാരിയബിളിൽ പാസ് ഓഫ് 0 നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പാസ് എന്ന് പറയുന്ന അറേയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഓരോ സ്കൂളിൻ്റെയും പെർസെൻറ്റേജുകളുണ്ട്. എന്നിട്ട് നമ്മൾ മാക്സ്, അതായത് മാക്സിമം പെർസെൻറ്റേജ് എന്ന് പറയാനായിട്ടാണ് മാക്സ് ഉള്ളത്. മാക്സ് ഈക്വൽ ടു പാസ് ഓഫ് 0 എന്ന് എടുത്തു വെച്ചിരിക്കുകയാണ്. അതായത് ആ പാസ് എന്ന് പറയുന്ന അരയിലുള്ള ആദ്യത്തെ എലമെൻറ്റിനെ മാക്സിമം പെർസെൻറ്റേജ് ആയിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ മാക്സ് വെച്ചിട്ട് ഓരോ ലൊക്കേഷനിലുള്ള ഓരോ പെർസെൻറ്റേജിനെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആരാണ് പെർസെൻറ്റേജ് ഹയസ്റ്റ് പെർസെൻറ്റേജ് എന്ന് കിട്ടും. അപ്പോൾ മാക്സിൽ നമ്മൾ ആദ്യത്തെ എലമെൻറ്റിനെ, പാസിലിരിക്കുന്ന എലമെൻറ്റിനെ എടുത്തു വെച്ചു. എന്നിട്ടൊരു ഫോർ ലൂപ്പ് ഇട്ടിരിക്കുകയാണ്. ഫോർ i ഈക്വൽ ടു 1. ഇനി പൊസിഷൻ നോക്കുമ്പോൾ 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട, 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. i ഈക്വൽ ടു 1, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. എന്നിട്ട് നോക്കുകയാണ് ഇഫ് പാസ് ഓഫ് i ഗ്രേറ്റർ ദാൻ മാക്സ് അല്ലേ. ഓരോ ലൊക്കേഷനും നോക്കുമ്പോൾ പാസ് ഓഫ് i മാക്സിനേക്കാളും വലുതാണോ എന്ന് നോക്കുകയാണ്. ആണെങ്കിൽ മാക്സ് എന്ന് പറയുന്നത് എന്താക്കി വയ്ക്കുകയാണ്, മാക്സ് ഈക്വൽ ടു സ്റ്റാർ ഓഫ് പാസ് പ്ലസ് ഐ. അതായത് മാക്സ് എന്ന് പറയുന്നതിൽ ആ ലൊക്കേഷനിലിരിക്കുന്ന ഹയസ്റ്റ് പെർസെൻറ്റേജിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ലൂപ്പ് കഴിയുമ്പോൾ മാക്സ് എന്ന് പറയുന്ന വാരിയബിളിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. അതെന്നിട്ട് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് സി ഔട്ടിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് മാക്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ലാസ്റ്റ് റിട്ടേൺ 0 പറയാം. ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട്